സാധാരണ നിലയ്ക്ക് വയനാട്ടിൽ വടക്കൻ കേരളത്തിൽ എല്ലായിടത്തുമുള്ള മഴ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബിക്കടലിൻ്റെ വടക്കൻ കർണാടക ഗോവ തീരത്തിനോട് ചേർന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം വരുന്നതോടെ വയനാട്ടിൽ മഴ നല്ലതുപോലെ പെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് വളരെ മൈന്യൂട്ടായി ഡിസാസ്റ്ററിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകണം എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയപ്പെടാതിരിക്കുക, എന്നാൽ സുരക്ഷിതമാകുന്ന വിധത്തിൽ. പ്രത്യേകിച്ച് വയനാട്ടിലെയൊക്കെ ഒരു പ്രശ്നം, ഗവൺമെൻറ്റോ ജില്ലാ ഭരണകൂടമോ അനുവദിക്കാത്ത റിസോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആളുകളെ അനാവശ്യമായി താമസിപ്പിക്കാനുള്ള ഇട കൊടുക്കരുത്. അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ DDMA ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അവരത് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ സുരക്ഷിതമായിട്ടിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള ഭീതി കരുതി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നല്ല ജാഗ്രത വേണം. ആളുകൾ കൂടി സഹകരിച്ചാലേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിയൂ. സുരക്ഷിതമാകുമെന്ന് കരുതുക. അപകടമില്ലാത്ത ഒരു മഴക്കാലം അവർക്ക് ആശംസിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാവുന്നത്. നേരത്തെ ചെയ്യേണ്ട മുന്നറിയിപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലതവണത്തെ യോഗങ്ങൾ നടന്നെങ്കിലും മൺസൂൺ നേരത്തെ വരും എന്നുള്ളത് കൂടി കരുതി ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർമാരുമായി മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചും വിലയിരുത്തിക്കൊണ്ടും ഒരു യോഗം ചേരുന്നുണ്ട്. അതോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറെ കൂടി വേഗതയിലാക്കും. ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളുടെ നമ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ഇടത്തും റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏത് ഘട്ടത്തിലും കേരളത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ തന്നെ ഇതിനെ നേരിടാൻ ഇപ്പോൾ സജ്ജമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.